ഇന്ത്യയുടെ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഇല്ലാത്തതും എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചതുമായിട്ടുള്ള എത്ര ഭാഷകളുണ്ട്, ഏതെല്ലാം? പല പരീക്ഷകളുടെയും സിലബസിൻ്റെ ഭാഗമാണ് ലാംഗ്വേജസ്, ഔദ്യോഗിക ഭാഷകൾ. ഔദ്യോഗിക ഭാഷകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഭാഷകളെ സംബന്ധിക്കുന്ന ഭരണഘടനാപരമായ പ്രൊവിഷൻസ് പഠിക്കണം. ഭാഷകളെ സംബന്ധിച്ച് ഭരണഘടനയിൽ നടത്തിയിട്ടുള്ള ഭേദഗതികൾ പഠിക്കണം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഭാഷയെ സംബന്ധിക്കുന്ന ഒരു ഭേദഗതിയിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഭരണഘടനാ ഭാഗത്ത് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഭേദഗതികൾ തന്നിട്ടുണ്ട്, ആ ഭേദഗതികൾക്കകത്ത് ഈ ഭേദഗതി ഇല്ലായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമ്മൾ പഠിക്കേണ്ട വിഷയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് പഠിക്കാൻ വേണ്ടി കുറേ ഭേദഗതികൾ തന്നിട്ടുണ്ട്, പക്ഷേ ചോദിച്ചത് ആ ഭേദഗതി അല്ല. പക്ഷേ ഭാഷയെപ്പറ്റി നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. ഭാഷയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഇത്. നമുക്ക് നദികൾ പഠിക്കാനുണ്ട്, പക്ഷേ ഉത്സവങ്ങളൊന്നും പഠിക്കാനില്ല. ചിലപ്പോൾ ചോദിക്കുന്ന കുംഭമേളയെ പറ്റിയായിരിക്കും. കുംഭമേള എല്ലാം നടക്കുന്ന നദികളിലാണ്, നദികളുടെ തീരത്തുള്ള സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. നദീജല തർക്കത്തെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അന്തർ സംസ്ഥാന നദീജല തർക്കത്തെപ്പറ്റി ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ വിഷയം പഠിക്കാനില്ലല്ലോ, നദികളെ പറ്റിയാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാഷകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഭാഷയെ സംബന്ധിക്കുന്ന ഭേദഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭാഷയെ സംബന്ധിക്കുന്ന 5 ഭേദഗതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 5 ഭേദഗതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC പനോരമയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭരണഘടനയിൽ ഏതാണ്ട് 105ഓളം ഭേദഗതികൾ കഴിഞ്ഞു. ഈ 105 ഭേദഗതികളിൽ എത്ര ഭേദഗതികൾ ഭാഷയെ സംബന്ധിക്കുന്നത് ഉണ്ടായിരുന്നു? ഭാഷയെ സംബന്ധിക്കുന്ന ഭേദഗതികളുടെ എണ്ണം 5. ഇന്ത്യയുടെ ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ നടന്നിട്ടുള്ള ഭേദഗതികളിൽ ഭാഷയെ സംബന്ധിക്കുന്ന ഭേദഗതികളുടെ എണ്ണം 5ആണ്. ആ 5 ഭേദഗതികളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭരണഘടനയുടെ 8ാം പട്ടികയിലാണ് ഔദ്യോഗിക ഭാഷകളുടെ ലിസ്റ്റ് തന്നിരിക്കുന്നത്. ഭരണഘടന ആരംഭത്തിൽ 8ാം പട്ടികയിൽ ഉണ്ടായിരുന്ന ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം മറക്കരുത്, 14. ഭരണഘടന ആരംഭത്തിൽ, അതായത് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസം 8ാം പട്ടികയിൽ എത്ര ഭാഷകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1967 ഭരണഘടനയുടെ 21ാം ഭേദഗതി പാസാക്കി. ആ ഭേദഗതിയിലൂടെ സിന്ധി എന്ന ഭാഷയെ കൂടി 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ 8ാം പട്ടികയിലെ ഭാഷകളുടെ എണ്ണം 15ആയി. മറക്കരുത്, 1967 21ാം ഭേദഗതി. പിന്നീട് 1992 ഭരണഘടനയുടെ 71ാം ഭേദഗതിയിലൂടെ, നേരത്തെ പറഞ്ഞത് 21ആണ്, ഇത് 71ആണ്. 92 21 71 കൂട്ടിയാലും 92ആണ്. ഓക്കെ, അപ്പോൾ 1992 71ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ വീണ്ടും പുതിയതായി 3 ഭാഷകളെ കൂടി ഉൾപ്പെടുത്തി. മണിപ്പൂരി, നേപ്പാളി, കൊങ്കിണി, അങ്ങനെ ഭാഷകളുടെ എണ്ണം 18ആയി. അപ്പോൾ 21ാം ഭേദഗതിയിലൂടെ സിന്ധി, 71ാം ഭേദഗതിയിലൂടെ മണിപ്പൂരി, നേപ്പാളി, കൊങ്കിണി, 21ഉം 71ഉം കൂടെ കൂട്ടിയാൽ 92. അടുത്ത പഠിക്കേണ്ട ഭേദഗതി 92. മനഃപൂർവ്വം ചെയ്തതല്ല, യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്. 2003 92ാം ഭേദഗതിയിലൂടെ വീണ്ടും 4 ഭാഷകളെ കൂടി ഉൾപ്പെടുത്തി. ബോഡോ, സന്താൽ, ഡോഗ്രി, മൈഥിലി. അപ്പോൾ ഏതൊക്കെയാണ്? ബോഡോ, സന്താൽ, ഡോഗ്രി, മൈഥിലി. ഏത് ഭേദഗതി? 92ാം ഭേദഗതി, വർഷം 2003. 21 + 71 = 92. 3 ഭേദഗതി പഠിച്ചു. 21ഉം 71ഉം കൂട്ടിയാൽ 92. 21ാം ഭേദഗതിയുടെ 1967 സിന്ധി, 71ാം ഭേദഗതിയുടെ 1992 മണിപ്പൂരി, നേപ്പാളി, കൊങ്കിണി, 92ാം ഭേദഗതിയുടെ 2003 ബോഡോ, സന്താൽ, ഡോഗ്രി, മൈഥിലി. അങ്ങനെ
ഭരണഘടനയുടെ 8ാം പട്ടികയിലെ ഭാഷകളുടെ എണ്ണം 22ആയി. ഈ 22 ഭാഷകളെയും കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 22 ഭാഷകൾക്ക് പുറമെ 2 ഭാഷകളെ കൂടി കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭരണഘടനയുടെ 8ാം പട്ടികയിലുള്ള ഭാഷകളുടെ എണ്ണം 22 ആണെങ്കിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളുടെ എണ്ണം 24ആണ്. അപ്പോൾ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഇല്ലാത്തതും എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചതുമായിട്ടുള്ള 2 ഭാഷകളുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് രാജസ്ഥാനി. ഇംഗ്ലീഷും രാജസ്ഥാനിയുമാണ് അത്. അപ്പോൾ ഭരണഘടനയിൽ ഭാഷാ സംബന്ധിയായി നടത്തിയ 3 ഭേദഗതികൾ നമ്മൾ കണ്ടു. ഇനി 2 ഭേദഗതികൾ കൂടിയുണ്ട് ഭാഷാ സംബന്ധിയായിട്ടുള്ളത്. 1950 ജനുവരി 24-ാം തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിൽ അവസാനമായിട്ട് ഒപ്പുവെക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസം ജനുവരി 26-ാം തീയതി 1950 ആ ദിവസം ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. അന്ന് പ്രാബല്യത്തിൽ വന്ന ഇന്ത്യയുടെ ഭരണഘടന ഏത് ഭാഷയിലുള്ളതായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിൽ ഉള്ളതായിരുന്നു. ആ ഭരണഘടന എഴുതിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദ ആണെന്നും അത് ബ്യൂട്ടിഫൈ ചെയ്തത് നന്ദലാൽ ബോസ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഇന്ത്യക്ക് ഹിന്ദി ഭാഷയിലും ഒരു ഭരണഘടന വേണമെന്നുള്ള വലിയ മുറവിളി രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഒരു ഹിന്ദി ഭാഷാ പതിപ്പും ആ സമയത്ത് തന്നെ ഉണ്ടാക്കി. ആ ഹിന്ദി ഭാഷാ പതിപ്പിലും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചെങ്കിലും ആ ഹിന്ദി ഭാഷാ പതിപ്പിനെ ഇന്ത്യയുടെ ഭരണഘടനയുടെ അതോറിറ്റേറ്റീവ് ടെക്സ്റ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ഭരണഘടനാപരമായ അംഗീകാരം ഉണ്ടായിരുന്നില്ല. ആ ഭരണഘടനയുടെ ഹിന്ദി ഭാഷാ പതിപ്പിൻ്റെ കാളിഗ്രാഫർ, അതിൻ്റെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് റാം മനോഹർ സിൻഹ എന്നു പേരുള്ള ഒരാളാണ്. അപ്പോൾ ആ ഹിന്ദി ഭാഷാ പതിപ്പിൽ അന്നേ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങൾ ഒപ്പിട്ടു. ഭരണഘടനാ നിർമ്മാണ സമിതി അതിനെ അംഗീകരിച്ചെങ്കിലും അതിനെ ഭരണഘടനയുടെ അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഭേദഗതിയിലൂടെയാണ് സംഭവിച്ചത്. 1987 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഭരണഘടനയുടെ 58ാം ഭേദഗതി പാസാക്കി. ഈ 58ാം ഭേദഗതിയാണ് ഭരണഘടനയുടെ ഹിന്ദി ഭാഷാ പതിപ്പിനെ ഭരണഘടനാപരമായ അംഗീകാരം നൽകിയത്. അപ്പോൾ 4ാമത്തെ ഭേദഗതി പഠിച്ചു. 1987 58ാം ഭേദഗതി. ഈ ഭേദഗതിയാണ് ഭരണഘടനയുടെ ഹിന്ദി ഭാഷാ പതിപ്പിന് ഭരണഘടനാപരമായി അംഗീകാരം നൽകിയത്. ഭാഷാ സംബന്ധിയായി ഇന്ത്യയുടെ ഭരണഘടനയിൽ നടത്തിയ 5ാമത്തെ ഭേദഗതി. ഭരണഘടനയുടെ 8ാം പട്ടികയിലെ ഒരു ഭാഷയായിരുന്നു ഒറിയ. 2011 വർഷം ഒറിയ ഭാഷ 8ാം പട്ടികയിലെ 15ാം നമ്പർ ഇട്ട ഭാഷയായിരുന്നു. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 22 ഭാഷകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 15 എന്ന നമ്പർ ഇട്ട് എഴുതിയിരുന്ന ഭാഷയായിരുന്നു ഒറിയ. 2011 പാസാക്കിയ ഭരണഘടനയുടെ 96ാം ഭേദഗതിയിലൂടെ ഒറിയ ഭാഷയുടെ പേര് മാറ്റി ഒഡിയ എന്നാക്കി. ഇതാണ് ഭാഷാ സംബന്ധിയായി ഇന്ത്യയുടെ ഭരണഘടനയിൽ നടത്തിയ അവസാനത്തെ ഭേദഗതി. അപ്പോൾ ഏതൊക്കെ ഭേദഗതികളാണ്? 21, 71, 92, 58, 96. ഈ ഭേദഗതികളാണ് ഭാഷാ സംബന്ധിയായി ഭരണഘടനയിൽ നടത്തിയ ഭേദഗതികൾ. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറിയ ഭാഷയുടെ പേര് മാറ്റി ഒഡിയ എന്ന് ആക്കി. അതിന് ഭരണഘടനാ ഭേദഗതി വേണ്ടി വന്നു, 96ാം ഭേദഗതി. പക്ഷേ ഒറീസ എന്ന സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റി ഒഡീഷ എന്നാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണ്ട. ഉത്തരാഖണ്ഡിൻ്റെ പേര് മാറ്റി ഉത്തരാഞ്ചലിൻ്റെ പേര് മാറ്റി ഉത്തരാഖണ്ഡ് എന്നാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണ്ട. മൈസൂറിൻ്റെ പേര് മാറ്റി കർണാടക എന്ന് മാറ്റാൻ ഭരണഘടനാ ഭേദഗതി വേണ്ട. അത് വളരെ രസകരമായൊരു വിരോധാഭാസമാണ്. കേരളത്തിൻ്റെ പേര് മാറ്റി മലയാള നാട് എന്നാക്കണം, അല്ലെങ്കിൽ മലയാഴി എന്നാക്കണം. മലയ്ക്കും ആഴിക്കും ഇടയിലുള്ള സ്ഥലമാണ് മലയാഴി. അവിടുത്തെ ഭാഷ മലയാളം. മലയാഴി എന്നാക്കണം. ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല. 368 പറഞ്ഞേക്കുന്ന ഭരണഘടനാ ഭേദഗതി വേണ്ട. എന്നാൽ മലയാളം എന്ന ഭാഷയുടെ പേര് 8ാം പട്ടികയിൽ മാറ്റി കൈരളി ഭാഷ എന്നാക്കണം, അല്ലെങ്കിൽ കേരള ഭാഷ എന്നാക്കണം. അതിന് ഭരണഘടനാ ഭേദഗതി വേണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ
ഭരണഘടനയുടെ 4ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന കാര്യം കൂടെ അറിയണം. ഭരണഘടനയുടെ 2ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യാനും ഭരണഘടനയുടെ 3ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യാനും ഭരണഘടനയുടെ 368 പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞേക്കുന്ന ആർട്ടിക്കിളാണ് 4ാമത്തെ ആർട്ടിക്കിൾ. പറഞ്ഞത് എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പണ്ടൊരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട്, ഇയാളുടെ 1ാമത്തെ ഭാര്യയിലുണ്ടായ മകനും 2ാമത്തെ ഭാര്യയിലുണ്ടായ മകനും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ എൻ്റെ 3ാമത്തെ പെങ്ങളാടോ പരിക്ക് പറ്റി ആശുപത്രിയുടെ 4ാമത്തെ നിലയിൽ കിടക്കുന്നത് എന്ന് ജഗതി പറയുന്ന ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്നും കൂടെ പറയാം. ഭരണഘടനയുടെ 2ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യാനും ഭരണഘടനയുടെ 3ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യുവാനും ഭരണഘടനയുടെ 368 എന്ന ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞേക്കുന്ന ആർട്ടിക്കിളാണ് 4 എന്ന ആർട്ടിക്കിൾ. ആലോചിച്ച് നോക്കുക. പിന്നീട് ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല, നിങ്ങളുടെ സർക്കാർ ഉദ്യോഗം നേടുക, PSC പരീക്ഷ ജയിക്കുക എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യോന്മുഖമായ പ്രയാണത്തെ ത്വരിതപ്പെടുത്താൻ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും എന്ന് നിങ്ങൾക്ക് ദൃഢബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ രീതിയിലും നമ്മളെ എങ്ങനെയൊക്കെയാണോ സഹായിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷ ജയിക്കുവാൻ കഴിയട്ടെ, ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.